ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത രണ്ട് ബൈക്കിൻ്റെ സ്പെക്സ് കമ്പാരിസൺ വീഡിയോ ആണ്. ഒന്ന് ഹോണ്ടയുടെ NX500ഉം രണ്ടാമത്തേത് BMൻ്റെ F450 GSഉം. രണ്ട് മോഡലിൻ്റെയും എഞ്ചിൻ്റെ സ്പെക്സിൻ്റെ ഡീറ്റെയിൽസും പ്രൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ രണ്ട് ബൈക്കിൻ്റെ ഡിസൈനെ കുറിച്ച് സംസാരിക്കാം. ഇപ്പോൾ രണ്ട് ബൈക്കിൻ്റെ ഡിസൈൻ അടിപൊളി തന്നെയാണ്. BMൻ്റെ ഡിസൈൻ അവർ കൊടുത്തേക്കുന്നത് BMW തന്നെ 1300 GSൻ്റെ ഒരു ഇൻസ്പിറേഷനിലൂടെയാണ് വണ്ടി ഡിസൈൻ ചെയ്തേക്കുന്നത്. ഹോണ്ട ആണെങ്കിൽ ഹോണ്ടയുടെ NC750X എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്, അതിൻ്റെ ഒരു ഇൻസ്പിറേഷനാണ് എടുത്തിട്ടുള്ളത്. കുറച്ചും കൂടി റോഡ് പ്രസൻസ് കൂടുതൽ കിട്ടാൻ പോകുന്നത് BMW ബൈക്കിലാണ്, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യയിലൊക്കെ. കുറച്ചും കൂടി ഒരു സ്റ്റൈലിഷ് ആയിട്ട് കാണാൻ പറ്റുന്നതും BMൻ്റെ F450 GS തന്നെയാണ്. ഇതിൽ കുറച്ചും കൂടി ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ളത് BMൻ്റെ മോഡലാണ്. 178 kg ആണ് വെയിറ്റ്. ഹോണ്ടയുടെ ബൈക്കിന് 199 kg വെയിറ്റ് വരുന്നുണ്ട്. ഇപ്പോൾ രണ്ട് ബൈക്കിന് കുറച്ച് ക്യാരക്ടറിൽ ചെറിയ വ്യത്യാസമുണ്ട്. കുറച്ചും കൂടി ഹൈ വെയിറ്റ് ടൂറിങ്ങിലാണെങ്കിൽ നിങ്ങൾക്ക് ഹോണ്ടയുടെ ബൈക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ. കുറച്ച് വെയിറ്റ് ഉണ്ട്, അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറും അതേപോലെയാണ് അവർ ബിൽഡ് ചെയ്തേക്കുന്നത്. നിങ്ങൾ കുറച്ചും കൂടി ഓഫ് റോഡിലേക്ക് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ BMൻ്റെ F450 GSയിലേക്ക് പോവാം. അതുകൊണ്ട് തന്നെ സസ്പെൻഷനിൽ കുറച്ചും കൂടി ഓഫ് റോഡിൽ മികച്ച് നിൽക്കുന്നത് പിന്നെ BMൻ്റെ ബൈക്കിലാണ്. കുറച്ചും കൂടി ഓഫ് റോഡ് സ്റ്റെബിലിറ്റി ഉള്ളത് F450 GS തന്നെയാണ്. ടാങ്ക് റേഞ്ച് നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലുള്ളത് ഹോണ്ടയുടെ NX500 ആണ്. 17.5 ലിറ്റർ ടാങ്ക് റേഞ്ച് ആണ്. F450 GSന് 14 ലിറ്റർ ടാങ്ക് റേഞ്ച് വരുന്നുണ്ട്. ഇതിൽ കുറച്ചും കൂടി മൈലേജ് കൂടുതൽ കിട്ടാൻ ചാൻസ് ഉള്ളത് ഹോണ്ടയുടെ ബൈക്കിനായിരിക്കും. ഒരു 25 to 28 റേഞ്ചിലേക്കും ഹൈവേസിലൊക്കെ. ഇനി നമുക്ക് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് എടുക്കലാണെങ്കിൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ മുമ്പിലുള്ളത് ഹോണ്ടയുടെ ബൈക്കല്ല, BMൻ്റെ ബൈക്കിനായിരിക്കും. ഒരുപാട് ഫീച്ചേഴ്സ് പുതിയതായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. 6.5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റൈഡിംഗ് മോഡ്സ്, ABS Pro, ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ, ഡൈനാമിക് ബ്രേക്കിംഗ് കൺട്രോൾ, ഹീറ്റ് ഗ്രിപ്സ്, USB ചാർജിംഗ് പോർട്ട്, ക്വിക്ക് ഷിഫ്റ്റർ, എൻഡ്യൂറോ പ്രോ മോഡ്, അങ്ങനെയുള്ള ഒരുപാട് ഫീച്ചേഴ്സ് വരുന്നുണ്ട്. 5 ഇഞ്ച് TFT ഡിസ്പ്ലേ ആണ്. അതിൽ കോൾ അലേർട്ട്, SMS അലേർട്ട്, നാവിഗേഷൻ, പിന്നെ മ്യൂസിക് കൺട്രോളൊക്കെ ഉണ്ട്. ഷോവയുടെ സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു സെലക്റ്റീവ് ടോർക്ക് കൺട്രോൾ ഉണ്ട്. ഇത് ട്രാക്ഷൻ കൺട്രോൾ പോലെ തന്നെയാണ്. സ്ലിപ്പറി റോഡ്സിലൊക്കെ സേഫ്റ്റിയാണ്. പിന്നെ വീൽ സ്പിൻ ചെയ്യുമ്പോൾ റെഡ്യൂസ് ചെയ്യും. പിന്നെ റെയിൻ കണ്ടീഷനിലൊക്കെ ഹെൽപ്ഫുൾ ആണ്. ഓഫ് റോഡ് പെർഫോമൻസിൽ കുറച്ച് ബെറ്റർ ആണ്. പിന്നെ അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ചും കൂടി വരുന്നുണ്ട്. ഡൗൺ ഷിഫ്റ്റ് സ്മൂത്തറാണ്. പിന്നെ അഗ്രസീവായിട്ടുള്ള ഡൗൺ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ വീലിൽ ലോക്കിങ് കുറയും. മൊത്തത്തിൽ നോക്കുവാണെങ്കിൽ ഫീച്ചേഴ്സ്, ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് കൂടുതൽ വരുന്നത് BMൻ്റെ ബൈക്കിന് തന്നെയാണ്. ഇനി വണ്ടിയുടെ മെയിൻ പാർട്ടായിട്ടുള്ള എഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് തന്നെ നോക്കാം. ഇപ്പോൾ ഹോണ്ടയുടെ NX500 എന്ന് പറയുന്നത് ഒരു 473cc ലിക്വിഡ് കൂൾഡ് പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. മാക്സിമം പവർ 47 PS, മാക്സിമം ടോർക്ക് 43 Nm ആണ്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. ഇപ്പോൾ ഹോണ്ടയുടെ മോഡലിന് ഇപ്പോൾ ഒരു ക്ലച്ച് ഇപ്പോൾ പുതുതായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് സ്റ്റാൻഡേർഡ് ആണ്. പിന്നെ BMൻ്റെ F450ലേക്ക് നോക്കുവാണെങ്കിൽ 450 എന്നുള്ള ബാഡ്ജിങ് ആണെങ്കിൽ 421cc പാരലൽ ടിൻ സിലിണ്ടർ 130 ഡിഗ്രി ക്രാങ്കുള്ള ഒരു ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. 48 PS ഓഫ് പവറും 43 Nm ടോർക്കാണ്. ഹോണ്ടയുടെ NX500 വെച്ച് നോക്കുമ്പോൾ ഒരു 1 PS ഓഫ് പവർ കൂടിയിട്ടുണ്ട്. പക്ഷേ അത് വണ്ടിയുടെ ക്യാരക്ടറിലൊന്നും ഒരു മാറ്റവും വരില്ല, ഒരു 1 PS മാത്രമേ ഉള്ളൂ. പിന്നെ ഈ ഒരു മോഡലിലെ സ്റ്റാൻഡേർഡ് മോഡലിനും ക്ലച്ച് വരുന്നില്ല. ഏറ്റവും ടോപ്പുള്ള മോഡലാണ് ക്ലച്ച് BMൻ്റെ ബൈക്കിന്. കുറച്ചുകൂടി ഹൈവേ പെർഫോമൻസ് ടോപ്പ് എൻഡൊക്കെ കൂടുതൽ കിട്ടുന്നത് ഹോണ്ടയുടെ NX500 തന്നെയാണ്. ഒരു 165ന് മുകളിൽ തന്നെ വണ്ടിയുടെ ടോപ്പ് എൻഡൊക്കെ അടിക്കാൻ പറ്റും. അപ്പോൾ BMൻ്റെ ബൈക്കിന് ഒരു 160 റേഞ്ചിലാണ് ടോപ്പ് എൻഡൊക്കെ അടിക്കാൻ പറ്റുന്നത്. രണ്ട് ബൈക്കിൻ്റെ ക്യാരക്ടർ നിങ്ങൾക്ക് പിടികിട്ടി കാണും. കുറച്ചും കൂടി റോഡ് ഫോക്കസ്ഡ് ആണെങ്കിൽ ഹോണ്ടയുടെ NX500 എടുക്കാം. ലോങ് ഡ്രൈവിങ്ങിനൊക്കെ ബെസ്റ്റ് ഓപ്ഷൻ ആയിരിക്കും. അല്ലെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്ക് അഡ്വഞ്ചർ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ചും കൂടി അഡ്വഞ്ചറും ചെയ്യണം, ലോങ് ടൂറിംഗ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് BMൻ്റെ ബൈക്കിലേക്ക് നോക്കാം. ഇനി വണ്ടിയുടെ സർവീസ് കോസ്റ്റ്, മെയിൻ്റെനൻസ് കോസ്റ്റ് ഒക്കെ നോക്കുവാണെങ്കിൽ കുറച്ചും കൂടി സർവീസ് കോസ്റ്റ്, മെയിൻ്റെനൻസ് ഒക്കെ കൂടുതലുള്ളത് ഹോണ്ടയുടെ ബൈക്കിനല്ല, BMൻ്റെ ബൈക്കിനായിരിക്കും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, BMൻ്റെ ബൈക്കിന് കുറച്ച് സർവീസ് കോസ്റ്റും പാർട്സിൻ്റെ റേറ്റൊക്കെ കുറച്ച് ഹൈ ആയിരിക്കും കമ്പാരിറ്റീവ്ലി ഹോണ്ട വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. ഈ രണ്ട് ബൈക്കിൻ്റെ ഒരു കമ്പാരിസൺ വെച്ച് നോക്കുമ്പോൾ സർവീസ് കോസ്റ്റ് കുറച്ച് കുറവുള്ളത് ഹോണ്ടയുടെ ബൈക്കിന് തന്നെയാണ്, കുറച്ച് അഫോർഡ് ചെയ്യാൻ പറ്റും. BMൻ്റെ ബൈക്കാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ 3 വേരിയൻസ് ഉണ്ട്. ഏറ്റവും ബേസ് ആയിട്ടുള്ള മോഡലിന് 7,15,000, മിഡിൽ നിൽക്കുന്ന മോഡലിന് 7,40,000, ടോപ്പ് വേരിയൻറ്റിന് 7,90,000 രൂപയാണ് ഓൺ റോഡ് പ്രൈസ്. ഈ വീഡിയോയിൽ നമ്മൾ കൊച്ചിയിലുള്ള ഓൺ റോഡ് പ്രൈസാണ് കൊടുത്തിട്ടുള്ളത്, കുറച്ചും കൂടി നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയിട്ട്. ഹോണ്ടയുടെ NX500 പ്രൈസ് കൂടുതലുള്ളത്. 9,36,000 രൂപയോളം ഓൺ റോഡ് പ്രൈസ് വരും. ഇതിൽ RTO പ്രൈസിന് 1 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ട്. പിന്നെ ഇൻഷുറൻസ് ഒക്കെ അടക്കം 9,36,000 രൂപയാണ് ഓൺ റോഡ്.